കേരള ക്രിക്കറ്റ് ലീഗ് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനും രഞ്ജി ട്രോഫിയിൽ കേരളത്തെ മികച്ച സംഘമാക്കി മാറ്റാൻ കഴിഞ്ഞതിൻ്റെയും ചാരിതാർത്ഥ്യത്തിലാണ് പടിയിറങ്ങുന്ന KCAയുടെ മുൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. വനിതാ പ്രീമിയർ ലീഗിൻ്റെ പ്രഥമ ചെയർമാൻ എന്ന പുതിയ ഉത്തരവാദിത്തം മികച്ച രീതിയിൽ നിറവേറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനിതാ പ്രീമിയർ ലീഗിൽ കേരളത്തിൽ നിന്നടക്കം ടീമിനെ കൊണ്ടുവരാൻ ഇടപെടൽ നടത്തുമെന്നും ജയേഷ് ജോർജ് 24-നോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരുപിടി നേട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ജയേഷ് ജോർജ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഞാൻ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രസിഡൻഷിപ്പിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ ഓഫീസ് ബേസ് തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും അത് എൻ്റെ കാലഘട്ടത്തിൽ അത് ഭംഗിയായി തുടങ്ങി. രണ്ടാം സീസൺ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആദ്യത്തെ സീസണിൻ്റെ കാര്യം വളരെ മനോഹരമായിട്ട് നമുക്കത് നടത്താൻ കഴിഞ്ഞു. പിന്നിൽ പ്രവർത്തിച്ച് നമുക്കറിയാലോ KCAയുടെ ഓഫീസും സെക്രട്ടറിയും എല്ലാവരും തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ഇനീഷ്യേറ്റീവ് തുടക്കം കുറിച്ചതും അത് നല്ല രീതിയിൽ കൊണ്ടുപോയതിനും എനിക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ആത്മാഭിമാനം തന്നെ ഉണ്ട്. ബാക്ക് ടു WPL 4 സീസണാണ്. പ്രത്യേകിച്ച് ഇത്തവണ വേൾഡ് ചാമ്പ്യൻസായി ഇന്ത്യൻ ടീം വരുമ്പോൾ കുറച്ചുകൂടി സ്പെക്ടാക്കുലർ ആവും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ 1-2 കമ്മിറ്റികൾ ഇപ്പോൾ ഓൺലൈനിൽ കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ മാച്ചിനും ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് കാണികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കറിയാലോ ഈ ഒരു വേൾഡ് കപ്പ് വിന്നിങ് മൂമെൻറ്റ്സ് അതാ സെമി ഫൈനലായിക്കോട്ടെ ഫൈനലായിക്കോട്ടെ അതിന് മുമ്പിലത്തെ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചോടെ എല്ലാം വളരെ ത്രില്ലിംഗ് മാച്ചായിരുന്നു. നമ്മളുടെ കുട്ടികൾ വേൾഡിൽ ബീറ്റേഴ്സ് പണ്ടും എനിക്ക് നമ്മൾ ഹർമനും സ്മൃതിയൊക്കെ പറഞ്ഞു നമ്മളൊരു ഫൈനൽ അല്ലെങ്കിൽ ഒരു സെമി ഫൈനലിൽ എത്തുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയമായ ഒരു ടീമിനെ എതിരെ പതറുമായിരുന്നു. ഇതും 333 അത്ര വലിയൊരു റണ്ണ് ചെയ്തപ്പോൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ ആ കുട്ടികൾ അത് നേടി എന്നുള്ളത് തന്നെ വളരെയധികം ഒരു വലിയൊരു പ്ലസ് പോയിന്റാണ് വിമൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചും WPLനെ സംബന്ധിച്ചും. WPLെ ഇനി ഭാവിയിൽ ടീമുകൾ കൂട്ടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിനൊരു ടീം കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ കേരളത്തിൽ കൂട്ടേണ്ടി വരും. കാര്യം ഇപ്പോൾ നമുക്ക് 5 ടീമാണുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിക്ടറി കൂടുതൽ പെൺകുട്ടികൾ ഇപ്പോൾ ഞാൻ ഇപ്പം പല അസോസിയേഷനായിട്ട് സംസാരിക്കുമ്പോൾ ഈ ക്യാമ്പുകളിലും അല്ലെങ്കിൽ അക്കാഡമികളിലേക്കൊക്കെ കൂടുതൽ പെൺകുട്ടികൾ വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഏതായാലും കൂടുതൽ കാലിബറുള്ളതും അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാൻഡേർഡുള്ള കുട്ടികൾ അതിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കൂട്ടേണ്ടി വരും. 1-2 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിനൊരു ടീം കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രാവശ്യവും ആഗ്രഹമാണ്. അത് എന്തായാലും ആ ഒരു സമയത്ത് ബോഡിയും കാര്യങ്ങളും തീരുമാനിക്കും. എൻ്റേതായ എന്തായാലും റിക്വസ്റ്റ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്തായാലും എല്ലാ ഭാഗങ്ങളും പുതിയ ചുമതലയിലും വലിയ രീതിയിൽ തിളങ്ങട്ടെ. ആശംസകൾ നേരുന്നു. ജയേഷ് ജോർജാണ് സംസാരിച്ചത്. എന്തായാലും KCA പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള WPL ചെയർമാൻ എന്ന പദവിയിലേക്കാണ്. അതിലും വളരെ സക്സസ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ് 24. അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.